നമസ്കാരം. ഭാരതം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞരിൽ ഒരാളായ ആശാ ഭോസ്ലെ 92-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ലതാ മങ്കേഷ്കർ എന്ന എക്കാലത്തെയും ശ്രദ്ധേയായ ഗായികയുടെ സഹോദരിയാണ് ആശാ ഭോസ്ലെ. 12,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിൻ്റെ പേരിൽ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരത്തിൽ രണ്ടാമതായ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഏറെ നേടിയിട്ടുള്ള ആശാ ഭോസ്ലെയുടെ ജീവിതം അതിസങ്കീർണമായിരുന്നു. സംഗീതജ്ഞനായ പിതാവിൻ്റെ മരണശേഷം പെൺമക്കളൊക്കെ അവരുടേതായ രീതിയിൽ ഉപജീവനത്തിന് വേണ്ടി പാട്ടുവഴിയിലേക്ക് ഇറങ്ങിയതാണ്. ലതാ മങ്കേഷ്കർ എന്ന ചേച്ചി ലോകപ്രസിദ്ധയായതോടെ ആ നിഴലിൽ നിന്ന് വളരാൻ ഏറെ പ്രയാസപ്പെട്ടു ഉഷയ്ക്കും ആശയ്ക്കും. എന്നിട്ടും തൻ്റേതായ പാത വെട്ടിത്തുറന്ന് ആശ മുമ്പോട്ട് പോയപ്പോൾ ഏറെ ജീവിത പ്രതിസന്ധികളുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 3 വർഷം മുമ്പ് 1944-ലാണ് ആശ ആദ്യത്തെ പാട്ട് പാടിയതെന്ന് ഓർക്കണം. ചെറിയ പ്രായത്തിൽ പ്രായവ്യത്യാസമുള്ള കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയത് കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാക്കിയത്. ദീർഘനാൾ സഹോദരിമാരായ ലതയും ആശയും ശത്രുക്കളെ പോലെ പെരുമാറി. ഒരുമിച്ച് പാടേണ്ടി വരുമ്പോൾ ഇരുവശത്തേക്ക് തിരിഞ്ഞു നിന്ന് പാട്ടുപാടി അവർ പ്രതികാരം തീർത്തു. ആശങ്കപ്പെട്ടതുപോലെ തന്നെ ആദ്യ വിവാഹം പരാജയപ്പെട്ടു. സംഗീതത്തോട് വിട പറഞ്ഞ് തന്നെ ശുശ്രൂഷിക്കണം എന്നായിരുന്നു ആദ്യ ഭർത്താവിൻ്റെ ആവശ്യം. 3 കുട്ടികളെ സമ്മാനിച്ചതല്ലാതെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഓർക്കാൻ ഒന്നും നല്ലതായില്ലാതാണ് ആശ ജീവിച്ചത്. പിന്നീട് മറ്റൊരു സംഗീതജ്ഞനെ കല്യാണം കഴിച്ചതോടെ ആശയുടെ ജീവിതം അടിമുടി മാറി. പക്ഷേ എക്കാലത്തും ദുരന്തങ്ങളായിരുന്നു ആശയെ കാത്തിരുന്നത്. 3 മക്കളിൽ 2 പേരും അകാലത്തിൽ മരിച്ചു. മകൾ ആത്മഹത്യ ചെയ്തപ്പോൾ മകൻ ക്യാൻസറിന് അടിമപ്പെട്ട് മരണത്തിന് കീഴടങ്ങി. 3ാമത്തെ മകൻ പൈലറ്റ് ജോലി ഉപേക്ഷിച്ച് സിനിമാ ലോകത്തേക്ക് വരികയും സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ പേരെടുക്കുകയും ചെയ്തു. ആ മകനോടൊപ്പമായിരുന്നു മുംബൈയിലെ ആഡംബര ബംഗ്ലാവിൽ ആശ താമസിച്ചത്. മുംബൈയിൽ വെച്ച് രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ഇന്നലെ അന്തരിക്കുകയുമായിരുന്നു. ആദ്യകാലത്ത് പാട്ടിൽ നിന്നും കാര്യമായി പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും പിന്നീട് രാജ്യത്ത് ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഗായികമാരിൽ ഒരാളായി ആശ മാറുകയായിരുന്നു. 3/4 നൂറ്റാണ്ടിലധികം നീണ്ട സംഗീത ജീവിതത്തിൽ ആശ ഒരു അതിസമ്പന്നയായി മാറുന്നു. തൻ്റെ 90ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ ബന്ധുക്കളും കുടുംബാംഗങ്ങളും മുംബൈയിൽ കോപ്പുകൂട്ടുമ്പോൾ അതേ ദിവസം തന്നെ ദുബായിലേക്ക് പറന്ന് 3 മണിക്കൂർ നീണ്ട ഒരു ലൈവ് സംഗീത പരിപാടിയിൽ പങ്കെടുത്ത് സംഗീതത്തോടുള്ള കൂറ് നിലനിർത്തിയ ആളാണ് ആശാ ഭോസ്ലെ. അതിനുശേഷം ഒരിക്കൽ കൂടി അവർ ദുബായിൽ സംഗീത വിരുന്നിന് പോയി. ഗായികയായിരുന്നില്ലെങ്കിൽ താനൊരു പാചകക്കാരിയാവുമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ആശയെ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിൽ അതിവിദഗ്ധയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പിന്നീട് അവർ ഒരു ആശാസ് എന്ന പേരിൽ റെസ്റ്റോറൻറ്റ് ചെയിൻ ആരംഭിക്കുന്നത്. ദുബായിലാണ് തുടക്കമിട്ടതെങ്കിലും UAE-യിലെ മറ്റ് നഗരങ്ങളിലേക്കും ബഹ്റൈനിലും കുവൈറ്റിലും ബ്രിട്ടനിലുമൊക്കെ ആശയുടെ റെസ്റ്റോറൻറ്റ് ചെയിൻ വളർന്നു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലും ആശാസ് എന്ന പേരിൽ ഇപ്പോഴും റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ആശയ്ക്കുണ്ടായത് കോടികളുടെ വരുമാനമാണ്. മുംബൈ നഗരത്തിലും പൂന നഗരത്തിലും കോടികൾ വിലമതിക്കുന്ന ആഡംബര ബംഗ്ലാവുകൾ ഇവർക്കുണ്ട്. ആശയുടെ മൊത്തം ആസ്തി ഏതാണ്ട് 200-250 കോടിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പണത്തിൻ്റെയൊക്കെ ഏക അവകാശിയായി ജീവിച്ചിരിക്കുന്ന മകൻ ആനന്ദ് മാറിയിരിക്കുന്നു. സംഗീതത്തിലൂടെ കോടികൾ നേടിയെടുത്തെങ്കിലും തൻ്റെ 2 മക്കളുടെ മരണം ആശ എക്കാലത്തും വേട്ടയാടിയിരുന്നു. മകളുടെ ആത്മഹത്യയുടെ ഷോക്കിൽ നിന്ന് ആശാ ഭോസ്ലെ ഒരിക്കലും മോചിതയായില്ല. ജീവിതത്തിൽ എത്ര ധനമുണ്ടെങ്കിലും എത്ര പ്രശസ്തിയും യശസ്സുമുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും എന്നതിന് തെളിവാണ് ആശാ ഭോസ്ലെയുടെ വ്യക്തി ജീവിതം.